മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചത് മനസ്സിലായി. 2010 കാലഘട്ടത്തിൽ കൊക്കോക്കോളയും ഇതിന്റെ റിലേറ്റഡ് ആയിട്ടൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെയർ എ കോക്ക് വിത്ത് ഡാഷ് എന്നാണ് വെച്ചിരിക്കുന്നത്. ആ ഡാഷിന് ഓരോരുത്തരുടെ പേരായിരിക്കും. ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിൽ യൂത്ത് കൊക്കോകോള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കുറവ് വരുന്ന ഒരു സാഹചര്യം ഇവർ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വൈറാലിറ്റിയിലൂടെ അല്ലെങ്കിൽ ഇത് ഇമോഷണലി യൂത്തിനെയും ഇതിലേക്ക് ഒന്ന് അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ക്യാമ്പയിൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. 2011 കാലഘട്ടത്തിൽ ഓസ്ട്രേലിയയിലുള്ള കോമൺ 150ഓളം പേരുകൾ അവരെടുത്തിട്ട് ആ പേരുകളുടെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രിന്റുകൾ, ഇപ്പം എൽബിൻ എന്ന പേരാണെങ്കിൽ എൽബിൻ എന്ന് പറഞ്ഞ പ്രിന്റ് അതിനകത്ത് നമ്മുടെ ബോട്ടിൽ അവർ പ്രിന്റ് ചെയ്തു. അപ്പോൾ ആ പേരുകൾ കാണുമ്പോൾ ഈസിലി ഇവർക്കൊരു റിമൈൻഡർ കിട്ടും, നമ്മുടെ ഫ്രണ്ട് ആണല്ലോ. അപ്പോൾ ഈ രീതിയിലുള്ള ക്യാമ്പയിൻസ് ആണ് ഇവർ ഇമോഷണലി ബോണ്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. അപ്പം ആ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ അവിടെ സക്സസ് ആയിരുന്നു. അപ്പം ഇതുപോലെ പുതിയ പുതിയ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്